പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളയ്ക്കൽപ്പറമ്പ് പാടത്ത് 3 മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ 150-ലധികം വാഴകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചതിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കർഷക സംഘം നേതാക്കൾ. തോട്ടര സ്വദേശിയായ മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള വാഴത്തോട്ടത്തിലെ വാഴകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എങ്കിലും അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. സമൂഹത്തിലെ കർഷകർക്ക് സംരക്ഷണം നൽകാൻ CPIM-ഉം കർഷക സംഘവും പ്രതിജ്ഞാബദ്ധമാണെന്നും BJP നേതാക്കളെന്നും പറഞ്ഞു നടന്ന് സാമൂഹ്യ വിപത്തുകളാകുന്നവരെ താക്കീത് ചെയ്തു നിർത്താൻ BJP നേതൃത്വം തയ്യാറാകണമെന്ന് CPIM ഏരിയ സെക്രട്ടറിയും കർഷക സംഘം ഏരിയ പ്രസിഡന്റുമായ K. ജയദേവൻ പറഞ്ഞു. ഈ പാടത്തിന്റെ തൊട്ടടുത്ത് ഒരു വ്യക്തി താമസിക്കുന്നുണ്ട്. അയാൾക്ക് ഈ കൃഷിഭൂമി വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നു. അത് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അയാളുടെ ആവശ്യം ഇയാൾ ഈ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകണം. ഈ ഭൂമി അയാൾക്ക് കിട്ടണം. അയാൾക്കത് സൗകര്യമാണ്. അയാളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനുവേണ്ടി നാനാതരത്തിൽ ഈ സാധു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങളായി. നേരത്തെയും പോലീസ് സ്റ്റേഷനിൽ പരാതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇയാളിത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം. അതാണ് ആവശ്യം. അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു സാമൂഹ്യമായ വിപത്താൻ കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായി പല സന്ദർഭങ്ങളിൽ ഞങ്ങളെല്ലാം പല കേസുകളിൽ ഇടപെടുകയും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളിപ്പോൾ വീണ്ടും ആ മട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പം അതിന് അയാളെ സഹായിക്കുന്നതിന് വേണ്ടി BJP ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ രംഗത്തുണ്ട്. അവർ ഈ പഞ്ചായത്തിലുള്ളവരല്ല. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെല്ലാം ഉള്ള ചില ആളുകൾ അവർ BJP ആണ് എന്നാണ് പറയുന്നത്. അത് BJPയുടെ നേതൃത്വം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പഞ്ചായത്തിൽ തന്നെ നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ കല്ലൂഴി ആലുംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വാഴ വെട്ടുകയുണ്ടായി. അപ്പോൾ അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം, വില്ലേജ് ഓഫീസർ വന്ന് പരിശോധിച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന കേസല്ല. വളരെ സ്പെസിഫിക്കാണ്, കൃത്യമാണ്. അപ്പോൾ അയാളെ വിളിക്കണം, അന്വേഷിക്കണം, നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലെ കർഷകർക്ക് സംരക്ഷണം കൊടുക്കാൻ CPIM-നും കർഷക സംഘത്തിനും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ആരോപണം കൃത്യമായും സമീപത്തെ സ്വകാര്യ വ്യക്തിക്കെതിരാണ്. ഇതിനു മുൻപും ഈ വ്യക്തിക്കെതിരെ അയാളുമായി ബന്ധപ്പെട്ടും വേറെയും മറ്റു പരാതികളും വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. അല്ലാത്തപക്ഷം കർഷകന് പൂർണ്ണ പിന്തുണയുമായി CPIM-ഉം കർഷക സംഘവും ഉണ്ടാകുമെന്നും ജയദേവൻ പറഞ്ഞു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കർഷക സംഘം ഏരിയ സെക്രട്ടറി P. സുബ്രഹ്മണ്യനും പറഞ്ഞു. സുമാർ 150ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പൂക്കോട്ടുകാവിൽ തന്നെ ആലുംകുളം പരിസരത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടമ്പഴിപ്പുറത്ത് വാഴയും കവുങ്ങും വെട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സംഘടിതമായി നെഞ്ഞൂക്കോടുകൂടി പ്രവർത്തിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി അജിത് കുമാർ, LC സെക്രട്ടറി അശോക് കുമാർ, വള്ളൂർ രാമകൃഷ്ണൻ, ജാനു, വിജേഷ്, ശരത്, M. സുബ്രഹ്മണ്യൻ എന്നീ കർഷക സംഘം നേതാക്കളും സ്ഥലം സന്ദർശിച്ചു.